കടുത്ത ചൂടുണ്ട്. അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിലൊക്കെ മഴയുണ്ട്. ഇന്നലെ തിരുവനന്തപുരം, ഇടുക്കി, കോട്ടയം ജില്ലകളിലൊക്കെ ചിലയിടങ്ങളിൽ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വേനൽ മഴ തുടരാനും സാധ്യതയുണ്ട്. മലപ്പുറത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അലക്സ് റാം മുഹമ്മദാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. അലക്സ്, ഈ വേനൽ മഴയ്ക്ക് സാധ്യത, അതോടൊപ്പം ചൂട്, അങ്ങനെ ഒരു കാലാവസ്ഥയായിരിക്കുമോ വരും ദിവസങ്ങളിലും? ഉന്മേഷ തീർച്ചയായും, അതായത് ഉയർന്ന ചൂട് തുടരും, അതിനൊപ്പം തന്നെ വേനൽ മഴയും സജീവമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതായത് ഇന്നലെ നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കോഴിക്കോടുമാണ് ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നതെങ്കിൽ ഇന്നത് ആലപ്പുഴയിലേക്ക് മാത്രം ചുരുക്കുന്നു. ആലപ്പുഴയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമൊക്കെ പകൽ ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയത് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 4.5 ഡിഗ്രി സെൽഷ്യസിന് വരെ മുകളിൽ ചൂടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആലപ്പുഴ ചുട്ടുപൊള്ളുകയാണ്. വടക്കൻ കേരളത്തിൽ കൂടുതൽ പ്രദേശങ്ങളിൽ മഴ ലഭിക്കും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വടക്കൻ കേരളത്തിൽ അത്തരത്തിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ തന്നെ തെക്കൻ കേരളം ചുട്ടുപൊള്ളുകയും ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. എന്താണെങ്കിലും വേനൽ മഴ കൂടി സജീവമാകും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അടുത്ത 5 ദിവസവും സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലുമായിരിക്കും വേനൽ മഴ കൂടുതൽ ലഭിക്കാൻ സാധ്യത. ഉച്ചയ്ക്ക് ശേഷവും അല്ലെങ്കിൽ രാത്രിയോ തുടരുന്ന ഇടിമിന്നലും കാറ്റും, ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്കായിരിക്കും സാധ്യത. അതിനാൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പൊതുജനങ്ങൾ പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറത്തും വയനാട്ടിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ട് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴയ്ക്ക് പുറമെ 11 ജില്ലകളിൽ കൂടി സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരും എന്ന മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു. ശരി, അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കാലാവസ്ഥാ മുന്നറിയിപ്പ് കേട്ട ആമിന പറയുന്നത് തിരുവനന്തപുരത്ത് മഴ പെയ്തെങ്കിലും ചൂടിന് കുറവില്ല എന്നുള്ളതാണ്. അരുൺ ബാബു പറയുന്നു വേനൽ മഴ ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ മഴ പെയ്യുന്നില്ലല്ലോ, നല്ല ചൂടാണെന്ന് പറയുന്നു. ശ്രീരാജ് കാലിക്കറ്റ് പറയുന്നു അപ്പോൾ മഴ ഇനി ഒരിക്കലും വരില്ലേ, കോഴിക്കോട് ചൂട് സഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട് 5 ദിവസം എന്നാണ് പറയുന്നത്. ചൂട് പക്ഷേ അതേപടി തുടരും എന്നുകൂടിയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ശ്രീരാജ്.